ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത് ഫുൾ ഒരു തീം വൈസ് ആണ്. വൈറ്റ് കളറാണ് ഇന്നത്തെ തീം. അപ്പോൾ ആ വൈറ്റ് കളറിനകത്ത് മെഷീൻ എംബ്രോയിഡറിയും അതുപോലെ തന്നെ ഹാൻഡ് എംബ്രോയിഡറിയും സാരീസ് ആണ് കാണുന്നത്. രണ്ടും എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന പല പല മെറ്റീരിയൽസിൽ ചെയ്തിരിക്കുന്നത് പല പല റേഞ്ചിലുള്ള സാരീസ് ആണ്. അപ്പോൾ അതെല്ലാം റെഡി ഫോർ സെയിലാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മെഷീൻ എംബ്രോയിഡറി സാരീസ് കണ്ടു നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹാൻഡ് എംബ്രോയിഡറിയിലോട്ട് പോകാം. എന്നും നമ്മൾ ആദ്യം തന്നെ ഹാൻഡ് എംബ്രോയിഡറി അല്ലേ കാണുന്നത്. പിന്നെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ മെഷീൻ എംബ്രോയിഡറി കണ്ടു നോക്കാം. മെഷീൻ എംബ്രോയിഡറി ആദ്യം തന്നെ ഇച്ചിരി ഹെവി വർക്ക് ആയിട്ടുള്ള ഒരു സാരിയാണ്. ചെക്കോട്ടയാണ് മെറ്റീരിയൽ. അതിൻ്റെ അകത്ത് ക്രോസ് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നല്ലൊരു കളർ കോമ്പിനേഷനാണ് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് ഒലീവ് ഗ്രീനും പിങ്കും ഗ്രേയും കൂടെ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടുള്ള ക്രോസ് സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഫ്ലവേഴ്സിനൊക്കെ പിങ്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ, ലീവ്സ് ലൈറ്റ് ഒലീവ് ഗ്രീൻ ആണ്. ഫുൾ ക്രോസ് സ്റ്റിച്ചാണ്, മെഷീൻ ക്രോസ് സ്റ്റിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫുൾ ബോർഡർ, രണ്ട് സൈഡത്തെ ബോർഡറും ഫുള്ളും ഇതുപോലെ തന്നെ. സാരിയുടെ ഫുൾ ബോർഡേഴ്സും ഇതുപോലെ വർക്ക് ഇങ്ങനെ പോവുകയാണ് ബോർഡർ വൈസ്. പിന്നെ ബോഡി പോർഷനിലൊക്കെ ഇങ്ങനെ സ്കാറ്റർ ചെയ്തിട്ട് ഓരോരോ മോട്ടീവ്സ് വെച്ചിട്ടുണ്ട്. അതെല്ലാം പിങ്ക് ഷെയ്ഡിലാണ് ബോഡി പോർഷനിൽ വരുന്നത്, സ്കാറ്റർ ചെയ്ത് വരുന്നത്. ഇതുപോലെ അടികടിച്ച് സാരിയിൽ ഫുൾ ബോഡി പോർഷനിൽ ഇതുപോലെ സ്കാറ്ററിങ് ചെയ്ത് ഇങ്ങനെ ബോർഡർ രണ്ട് സൈഡ് ബോർഡർ ഇതുപോലെ ഡിസൈനിങ് ചെയ്തിരിക്കുന്നതാണ് ഈ ചെക്കോട്ട സാരി. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ബ്ലൗസ് ഇടുവാണെങ്കിൽ ഈ ഒരു പിങ്ക് ഷെയ്ഡോ അല്ലെങ്കിൽ ഈ ഗ്രേ ഷെയ്ഡോ ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ വൈറ്റ് ആയാലും കുഴപ്പമില്ല. ഈ പിങ്കോ ഗ്രേയോ ഇട്ടാൽ കുറച്ചുകൂടെ ഒരു എടുപ്പ് കിട്ടും. പിങ്കാണ് കൂടുതൽ കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ബോഡി പോർഷൻ ഫുള്ളും ഇതുപോലെയാണ് വർക്ക് വരുന്നത്. ഇതാണ് ഈ ഒരു സാരി ഫുൾ ഇതുപോലെ തന്നെയാണ്. ഇത് റെഡി ഫോർ സെയിലാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 2350 ആണ് റേറ്റ്. ക്രോസ് സ്റ്റിച്ചാണ്, കമ്പ്യൂട്ടറൈസ്ഡ് ക്രോസ് സ്റ്റിച്ചാണ്. ഇതിൻ്റെ അകത്ത് ഫുൾ ബോർഡർ കൊണ്ട് രണ്ട് ബോർഡർ നിറച്ച് ഇതുപോലെ തന്നെയുണ്ട്. ബോഡി പോർഷനിലും ഫുൾ ബോഡി ഫുൾ ഇതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട്. ഫുൾ എൻറ്റയർ പ്ലീറ്റ്സിലൊക്കെ ബോഡി പോർഷൻ ഇതുവരെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സാരിയിൽ വർക്ക് വരുന്നത്. ഇതിൻ്റെ റേറ്റ് ആണ് പറഞ്ഞത് 2350 എന്ന റേറ്റ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. താഴെ തന്നെ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ മെഷീൻ എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന സാരി. അടുത്തത് മെഷീൻ എംബ്രോയിഡറി ചെയ്ത ഓർഗൻഡി സാരിയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഇതും അതുപോലെ ആദ്യം കണ്ടുപോലെ തന്നെ ഫുൾ ബോർഡറിൽ ഇതുവരെ വർക്കാണ്. ഇത് പല്ലുവാണ്. ഇതിൻ്റെ അരികെ അടിച്ചിട്ടില്ല, മുന്താണിയുടെ അരികെ അടിച്ചിട്ടില്ല, ക്രോസ് സ്റ്റിച്ച് ചെയ്തിട്ടില്ല. മറ്റേതിൻ്റെ ക്രോസ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതുവരെ ബോർഡറിൽ വൺ സൈഡ് ബോർഡറാണ് ഇത് വരുന്നത്. ഇങ്ങനെ ഈ സൈഡിലോട്ടില്ല, ഈ ഒരു സൈഡ് മുതൽ അങ്ങോട്ടേക്ക് കാണുന്ന ബോർഡറിലേ വർക്കുള്ളൂ. ബോഡി ഫുള്ളും ഇതുപോലെ സ്കാറ്റർ ചെയ്ത് ഫ്ലവർ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഈ ആദ്യം ഒരു ഔട്ട്ലൈൻ ഒരു ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ വൈറ്റ് കളർ ത്രെഡും കൊണ്ടാണ് മെഷീൻ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. പിന്നെ ഗ്രീൻ, പിന്നെ ഗ്രേ, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലവേഴ്സിൻ്റെ എംബ്രോയിഡറി വന്നിട്ട് ലീവ്സ് ആണെങ്കിൽ ഗ്രീൻ മാത്രമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു സാരിയിൽ ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇതും ഫുൾ ബോർഡറിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വൺ സൈഡ് ബോർഡറേ ഉള്ളൂ, മറ്റേ 2 സൈഡ് ബോർഡർ ഉണ്ടായിരുന്നു. ഇതിന് 1 സൈഡ് ബോർഡറാണ്. മെറ്റീരിയൽ ഓർഗൻറ്റിയാണ്. ഇത് രണ്ടും വൈറ്റുമാണ് മെറ്റീരിയൽ. ബോഡി പോർഷൻ ഫുള്ളും ഇതുവരെ സ്കാറ്റർ ചെയ്ത് ഈ സെയിം ഡിസൈൻ, ഈ ഫ്ലവർ പാറ്റേൺ ഫുൾ ബോഡി പോർഷനിലും വരുന്നുണ്ട്. ഇതിന് വിത്ത് ബ്ലൗസ് പീസാണ് വരുന്നത്. ഇതിൻ്റെ സെയിം കളർ, ഫ്ലവറിൻ്റെ കളറിലുള്ള വർക്കിൻ്റെ കളറിലുള്ള ബ്ലൗസ് പീസാണ് വരുന്നത്. ഇതും മെറ്റീരിയൽ ഓർഗൻറ്റി മെറ്റീരിയൽ ബ്ലൗസ് പീസാണ് വരുന്നത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സാരി. ഇതും മെഷീൻ എംബ്രോയിഡറി ആണ്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1650 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. ഓർഗൻറ്റി വൈറ്റ് മെറ്റീരിയൽ ആണ് ഇത്. അപ്പോൾ ഇനിയുള്ളത് മുഴുവൻ നമ്മൾ കാണാൻ പോണത് ഹാൻഡ് എംബ്രോയിഡറി മെറ്റീരിയൽസ് ആണ്. അതിൻ്റെ അകത്തും എല്ലാം വൈറ്റാണ് നമ്മൾ കാണുന്നതെന്ന് ആദ്യം തന്നെ പറഞ്ഞു. അതും ഒരേ മെറ്റീരിയൽസ് ആണ്. ഇപ്പം നമ്മൾ ചെക്കോട്ടയും ഓർഗൻറ്റിയും കണ്ടു. ഇനി നമുക്കൊരു സിൽക്കി കോട്ട വൈറ്റ് സാരി കാണാം. ഇതൊരു സിൽക്കി കോട്ട മെറ്റീരിയലാണ്, വൈറ്റ്. സിൽക്കി കോട്ടയാകുമ്പോൾ നമുക്ക് ഉടുക്കാൻ ചെക്കോട്ടയും ഓർഗൻറ്റിയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സിൽക്കി കോട്ട നല്ല സുഖമായിട്ട് നമുക്ക് ഉടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് പിങ്ക് ഷെയ്ഡാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് എംബ്രോയിഡറിക്ക്.
ബൂളിയൻ നോട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. മുന്താണിയിൽ ഇതുവരെ ഒരു ഡിസൈനാണ് വരുന്നത്. പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് ഷെയ്ഡാണ്, ഒത്തിരി തെറിച്ച് നിൽക്കുന്ന ബ്രൈറ്റ് പിങ്ക് ഷെയ്ഡൊന്നും അല്ല. ഗ്രീൻ ആണെങ്കിലും അതുപോലെ തന്നെ ലൈറ്റ് ഷെയ്ഡ് ബൂളിയൻ നോട്ടാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിൽ ഇതുപോലെ തന്നെ മുന്താണിയിൽ കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു ഡിസൈനിങ് വരുന്നുണ്ട്. ഫുൾ ഡിസൈൻ ഇല്ല, മുന്താണിയുടെ അത്രയും വലിയ ഡിസൈൻ അല്ല റണ്ണിങ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ 2 ഡിസൈൻ അടുപ്പിച്ച് വരുന്നുണ്ട്. ഇതുപോലെ 2 ഡിസൈൻ മുന്താണിയിൽ കണ്ടുവരത്തെ വലിയ ഡിസൈനാണ്. അത് 2 അടുപ്പിച്ചാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. അത് കഴിഞ്ഞ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലാണ് ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ സ്റ്റാൻഡിങ് പൊസിഷനിൽ ഇത്രയും ഈ ഒരു ഇത്രയേ ഉള്ളൂ, ഫുള്ളായിട്ടില്ല. ഇത്രയും ഗ്യാപ്പ് ലെങ്ത്തിലാണ് നമ്മൾ റണ്ണിങ് ലെങ്ത് പോലെ കാലിൻ്റെ അവിടെ നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇതുപോലെയാണ് കാലിൻ്റെ അവിടെ നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ ബൂളിയൻ നോട്ട് ചെയ്യുമ്പോൾ നടുക്കൊരു ബൂളിയൻ നോട്ട് ചെയ്യും, ചുറ്റും പെറ്റൽസാണ് തയ്ക്കുന്നത്. ഇതിങ്ങനെ വളച്ച് വെച്ചിരിക്കുന്നത് കുറച്ചധികം ഒരു 30 ടേൺസ് എങ്ങാനും എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു പുറമേ ഉള്ള സർക്കിൾ നമ്മൾ ബൂളിയൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഇതൊരു തയ്ച്ചിരിക്കുന്നത്. വട്ടത്തിലായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു സാരിയിൽ വരുന്നത്. സാരിയിലെ മുന്താണിയിലുണ്ട്, പിന്നെ റണ്ണിങ് പോർഷനിലും ഷോൾഡർ പ്ലീറ്റിൽ 2 പിന്നെ കാലിൻ്റെ അവിടെയാണ് ഡിസൈനിങ് വരുന്നത്. ഇത് വിത്ത് ബ്ലൗസ് പീസ് ഒന്നും അല്ല, സിമ്പിളായിട്ടുള്ള സാരി മാത്രമേ ഉള്ളൂ. ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1800 ആണ് ഇതിൻ്റെ റേറ്റ്. ഇനി അടുത്തത് വന്നിട്ട് ചെക്കോട്ടയാണ്. ഇനി 3 ഉള്ളത് ചെക്കോട്ട സാരീസാണ്. 3ലും 3 ഡിസൈനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വൈറ്റ് ചെക്കോട്ടയിൽ ഷാഡോ വർക്കും ബൂളിയൻ നോട്ടും ലേസിങ് എല്ലാം കൂടെ വന്നിട്ടുള്ളൊരു ഡിസൈനിങ് ആണ്. ഇച്ചിരി ഹെവി ആയിട്ട് മുന്താണിയിൽ കൊടുത്തിട്ടുണ്ട്. എൽ ഷേപ്പിലാണ് ഇതിൻ്റെ അകത്ത് വർക്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഡാർക്ക് മെറൂൺ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഷാഡോ വർക്ക് ചെയ്തിരിക്കുന്നത്. നടുക്ക് യെല്ലോ സാറ്റിൻ സ്റ്റിച്ചാണ്. അതിന് ചുറ്റും ഒരു ബൂളിയൻ നോട്ട് സിമ്പിൾ 3 സ്ട്രാൻഡ്സ് വെച്ചിട്ടാണ്, 6 സ്ട്രാൻഡ്സ് അല്ല 3 സ്ട്രാൻഡ്സ് വെച്ചിട്ട് ഒരു ബൂളിയൻ നോട്ടും കുഞ്ഞത് കൊടുത്തിട്ടുണ്ട്. ലീവ്സ് എല്ലാം ഡെയ്സി ഫ്രഞ്ച് നോട്ടും ലോങ് ഫ്രഞ്ച് നോട്ടും എല്ലാം ഈ ഒരു ഡിസൈനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി സ്റ്റിച്ചസ് കൂടി ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനിങ് ആണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ എൽ ഷേപ്പിലാണ് മുന്താണിയിൽ ഹെവി ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന റണ്ണിങ് പോർഷനിൽ ഒരു കുഞ്ഞ് ഡിസൈൻ റണ്ണിങ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കുഞ്ഞു പോർഷനാണ് തയ്ച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഷോൾഡർ പ്ലീറ്റിലാണെങ്കിലും ഇത്തിരി കാണുന്ന രീതിയിൽ ഒത്തിരി നീളത്തിലല്ല, എന്നാലും അത്യാവശ്യം നല്ലൊരു വലിയ ഡിസൈൻ ഷോൾഡർ പ്ലീറ്റിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ സ്റ്റാൻഡിങ് പൊസിഷനിലും നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ വരുന്നത്. ഈ ഒരു കളർ കോമ്പിനേഷൻ നല്ല ഒരു ഭംഗിയുള്ളതാണ്. ഇതാണ് കാലിൻ്റെ അവിടെ വരുന്നത്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ വരുന്ന ഡിസൈനിങ് ഇങ്ങനെ സ്റ്റാൻഡിങ് പൊസിഷനിലായിട്ട്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ അകത്ത് മെയിൻ നമ്മൾ നേരത്തെ കാണിച്ച പോലെ മുന്താണിയിൽ ഇത്തിരി ഹെവി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ളിടത്തൊക്കെ മിനിമം ആയിട്ടുള്ള വർക്കേ ഉള്ളൂ. ഇത് റെഡി ഫോർ സെയിലാണ്. ഷാഡോ വർക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് റേറ്റ് കൂടുതലാണ്. ഇതിൻ്റെ റേറ്റ് 2000 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇനി വരുന്നത് ചെക്കോട്ട തന്നെ. ഇതിൻ്റെ ഓഫ് വൈറ്റ് ആണ്, പ്യുവർ വൈറ്റ് അല്ല, ഓഫ് വൈറ്റ് മെറ്റീരിയലാണ്. ഓഫ് വൈറ്റ് ചെക്കോട്ടയിൽ പിങ്ക് ആദ്യം കണ്ട ആ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ്, പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ്. ഇത് മുന്താണിയിലാണ് വരുന്നത്. മുന്താണിയിൽ ഇങ്ങനെ 4 ഡിസൈനാണ്, കുഞ്ഞു ഡിസൈനാണ്, ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ്. 4 എണ്ണമാണ് മുന്താണിയുടെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പുറത്തെ സൈഡിൽ ഒരെണ്ണം, ഇപ്പുറത്തെ സൈഡിൽ ഒരെണ്ണം, നടുക്ക് 2 എണ്ണം. അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് 3 സ്ട്രാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നടുക്കൊരു യെല്ലോ ഫ്രഞ്ച് നോട്ട്, അത് 6 സ്ട്രാൻഡ്സും സ്റ്റെം സ്റ്റിച്ചും ലീവ്സിൽ സാറ്റിൻ സ്റ്റിച്ചുമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇത്രയും ഇത് കഴിഞ്ഞിട്ട് പിന്നെ റണ്ണിങ് പോർഷനിൽ 2 എണ്ണം ഉണ്ട്. റണ്ണിങ് പോർഷൻ ഇതുപോലെ തന്നെ 2 കുഞ്ഞ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലെ തന്നെ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഗ്യാപ്പിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലെ 5 എണ്ണമാണ് വരുന്നത്. ഫ്രണ്ടിൽ നോക്കുമ്പം ഒരു ഇത് കഴിഞ്ഞിട്ട് ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് അടുത്തത്, അങ്ങനെ ഗ്യാപ്പ് വിട്ടിട്ട് 5 എണ്ണമാണ് ഫ്രണ്ടിൽ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ വളഞ്ഞു പോകുന്ന അവിടം വരെ ഈ ഒരു ഡിസൈനിങ് ഉണ്ടാവും. അതുപോലെ തന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലത്തെ ഒരു ഡിസൈൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു സാരിയാണ് ഇത്.
ഇപ്പം നമുക്ക് പെട്ടെന്ന് പള്ളി പോകുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു രീതിയിൽ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ് ഇതിന് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ്, ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1500 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പം താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് വന്നതും ഒരു ഓഫ് വൈറ്റ് ആണ്. അതും പിങ്കിൻ്റെ തന്നെ കോമ്പിനേഷനിൽ വരുന്നത്. ഇന്നിപ്പോൾ കാണിക്കുന്ന കൂടുതൽ സാരീസിലും പിങ്കും ഗ്രീനും കോമ്പിനേഷൻസ് ആണ്. ഇതും ഓഫ് വൈറ്റ് സാരിയാണ്, പ്യുവർ വൈറ്റ് അല്ല. അതിൻ്റെ അകത്ത് നമ്മൾ ഈ പിങ്ക് ആൻഡ് ഗ്രീനിൻ്റെ ഡബിൾ ഷെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലൈറ്റർ ഷെയ്ഡും ഡാർക്കർ ഷെയ്ഡും ആയിട്ടാണ്. ഇതിൻ്റെ അകത്ത് മുന്താണിയിൽ ഇവിടെ ഒരു ഡിസൈൻ ഉണ്ട്, ഇപ്പുറത്തെ എൻഡിലും ഒരു ഡിസൈൻ, നടുക്ക് ഒരെണ്ണം, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. റോസിറ്റി സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഫ്രഞ്ച് നോട്ടും പിന്നെ ലീവ്സിൽ ഫിഷ് ബോണും ഒക്കെ ആയിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ മുന്താണിയിൽ ഇതുപോലത്തെ ഒരു ഡിസൈൻ കഴിഞ്ഞിട്ട് പിന്നെ റണ്ണിങ് പോർഷനിൽ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡബിൾ ഷെയ്ഡ് ത്രെഡ് എന്ന് വെച്ചാൽ 2 കളർ ഫ്ലവേഴ്സ് എടുത്ത് പിന്നെ ആ ലീവ്സിൻ്റെ കളറുമായിട്ട് മാച്ചിങ് ആയതുകൊണ്ട് കുറച്ചൊരു അട്രാക്ഷൻ കൂടുതലുണ്ട്. ഈ ഒരു കളർ കോമ്പിനേഷൻ കണ്ട് ഉള്ള ഒരു അട്രാക്ഷൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് മുന്താണിയിൽ ഒരെണ്ണം കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ടിൽ അടുപ്പിച്ച് ഒരു 6 എണ്ണമാണ് ഡിസൈനിങ് വന്നിരിക്കുന്നത്. 6 ഡിസൈൻ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഷോൾഡർ പ്ലീറ്റിൽ 6 ഡിസൈൻ വന്ന് അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ അവിടെ ചേർന്ന് വന്നെടുത്ത് ഒരു ഡിസൈനും കൂടി ഉണ്ട്. ഇതിനകത്ത് മാത്രമേ ഉള്ളൂ ചെസ്റ്റിൻ്റെ പോർഷനിൽ വർക്ക് വരുന്നത്. ബാക്കിയുള്ള സാരീസിലൊന്നും ചെസ്റ്റ് പോർഷനിൽ വർക്ക് വരുന്നില്ല. അപ്പോൾ 6 ഫ്രണ്ടിലും ചെസ്റ്റ് പോർഷനിൽ ഒരെണ്ണം ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ റൈറ്റിലെ ബോട്ടം പോർഷനിലുമാണ് വരുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1850 ആണ് ഇതിൻ്റെ റേറ്റ്. പിന്നെ ഇന്നത്തെ സാരീസ് എല്ലാവരും കണ്ടല്ലോ, എല്ലാത്തിൻ്റെയും റേറ്റ് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ഏത് സാരിയുടെ ഡീറ്റെയിൽസ് ആണ് അറിയേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ചോദിച്ചാൽ മതി, റിപ്ലൈ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.